ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു മസാല ചപ്പാത്തി. അതുമല്ല ഒരു കറി പോലും വേണ്ട നമുക്കിത് കഴിക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് 4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 പിടിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഒരു പകുതി ഉള്ളി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഞാനിതിവിടെ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇത് നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിൻ്റെ അടുത്തോളം മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്തോളം ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ ചപ്പാത്തി എങ്ങനെയാണോ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് നമ്മളൊരു 10-15 മിനിറ്റ് കുറച്ച് ഓയിലും കൂടെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഒന്നും കൂടെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വരും. ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാധാരണ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ചിലരൊക്കെ ഇതിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് പരത്തിയെടുക്കാറ്. പക്ഷേ ഇത് നമ്മൾ പൊടി ചേർത്ത് കൊടുത്തിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. എന്നാലേ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് ഇതിങ്ങനെ ആ ഒരു പലൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പൊടി ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പരത്തി ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിയിൽ തന്നെ 2 വശവും പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു അല്പം ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ബട്ടർ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചപ്പാത്തിക്ക്. അപ്പോൾ ഇതുപോലെ നമ്മൾ ലാസ്റ്റിലേക്ക് വേണം ബട്ടർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ. തൈരിൻ്റെ കൂടെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്